അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുത്തൻപാനയുടെ സംഗീത നൃത്ത ആവിഷ്കാരം തൃശൂർ അതിരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു. 16-ന് വൈകിട്ട് 4-ന് ലൂർദ് കത്തീഡ്രൽ അങ്കണത്തിലാണ് പരിപാടി. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. 3500 മാതൃവേദി അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് മാതൃവേദി ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ന്യൂസ് ലീഡറോട് പറഞ്ഞു. ഒരേ സമയം തന്നെ അമ്മമാരെ ഈ പാട്ട് പാടുന്നു. അതേസമയം ആ കൂട്ടത്തിൽ നടുവിൽ നിന്നുകൊണ്ട് കുറച്ച് അമ്മമാർ അതേ പാട്ടിൻ്റെ താളത്തിൽ ചുവട് വയ്ക്കുന്നു, ഡാൻസ് കളിക്കുന്നു, നൃത്തം കളിക്കുന്നു. നൃത്തവും സംഗീതവും ഒരുമിച്ചാണ് ഈ 16-ാം തീയതി ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് കത്തീഡ്രൽ പള്ളിയിൽ അരങ്ങേറുന്നത്. അർണോസ് പാതിരിയുടെ പ്രധാന സാഹിത്യ കൃതികളിൽ പ്രസിദ്ധമാണ് പുത്തൻപാന. യേശുവിന്റെ ജനനം മുതൽ മരണവും ഉത്ഥാനവും വരെയുള്ള സംഭവങ്ങളാണ് ജർമ്മൻകാരനായ അർണോസ് പാതിരി രചിച്ച പുത്തൻപാനയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. 17-ാം നൂറ്റാണ്ടിൽ ഈശോ സഭ വൈദികനായിരുന്ന അർണോസ് കേരളത്തിലെത്തി. തൃശൂരിനടുത്ത് താമസിച്ച് മലയാളവും സംസ്കൃതവും പഠിച്ചെഴുതിയ പുത്തൻപാന ജ്ഞാനപ്പാനയുടെ രീതിയിലും ദ്രുതകാകളി വൃത്തത്തിലുമാണ്. കുരിശിൽ നിന്ന് ഇറക്കിയ യേശുവിന്റെ ശരീരം മടിയിൽ കിടത്തിയ അമ്മയായ പരിശുദ്ധ മറിയം നടത്തുന്ന വിലാപം കരളലിയിക്കാൻ പോകുന്നതാണ്. 1500-ലേറെ വരികളിലായി അർണോസ് പാതിരി എഴുതിയ ഈ കൃതി ലക്ഷണമൊത്തൊരു വിലാപകാവ്യവുമാണ്.